സ്വന്തം മണ്ഡലത്തിൽ നിന്ന് 50,000 രൂപ പോലും പിരിച്ചു കൊടുക്കാൻ കഴിയാതെ 13 പേരെ സസ്പെൻഡ് ചെയ്ത സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ്. ഒരു പഞ്ചായത്തിൽ ഒരു മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ 15 പേരുടെ പിന്തുണ ഇല്ലാതെ പോയതിന്റെ പേരിൽ അവിടെ ഇല്ലാതായി പോയ സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ്. കൊല്ലത്ത് സമരം നടത്താൻ വന്നപ്പോൾ അവിടെ 137-138 ഭാരവാഹികൾ ഉണ്ടായിരുന്നിട്ട് അവിടെ ആകെ 4-5 പേര് മാത്രം വന്നിട്ട് സമരം മാറ്റിവെക്കേണ്ടി വന്ന സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ്. എവിടെയാണ് പി ജെ കുര്യൻ തെറ്റു പറഞ്ഞത്? എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്, ശരിയല്ലേ? നോക്കൂ, നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ തെരഞ്ഞെടുപ്പ് കോടതി കയറിയിട്ടുണ്ടോ? ആ കയറിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ മാത്രം തെരഞ്ഞെടുപ്പല്ലേ? എന്തിനാ കയറിയത്? 4 പേര് പറഞ്ഞ കേട്ടാൽ ആളുകൾക്ക് അഭിമാനിക്കാവുന്ന കേസിലാണോ കയറിയത്? വ്യാജരേഖാ കേസ് എങ്ങനെയാ വന്നത്? ഐഡന്റിറ്റി കാർഡ് ആരാ നിർമ്മിച്ചത്? ആരുടെയൊക്കെ പേരിലാണ് വന്നത്? തലയുടെ അടക്കം അജിത്തിന്റെ അടക്കം വ്യാജ ID കാർഡുകൾ ഇവിടെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചില നേതാക്കളെങ്കിലും ആ നേതാക്കളുമായി ചേർന്ന് നിൽക്കുന്നവരെങ്കിലും റിസർച്ച് ചെയ്തില്ലേ? കോടതി കേസ് വന്നില്ലേ? പോലീസ് കേസെടുത്തില്ലേ? FIR ഇട്ടില്ലേ? അതും വ്യാജരേഖാ കേസ്. ഇന്നും ആ പാർട്ടി, ആ സംഘടന അറിയപ്പെടുന്നത് നിർഭാഗ്യവശാൽ ആ വ്യാജരേഖയുടെ പേരിലായി മാറുന്നത് എനിക്ക് വിഷമമുണ്ട് ജിമ്മി. കാരണം യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ ചരിത്രം അങ്ങനല്ല. PC വിശ്വനാഥും ഒരു പരിധിവരെ ഷാഫി പറമ്പിലും അതിനു മുമ്പ് AK ആന്റണിയും ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ കാർത്തികേയനും അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡീൻ കുര്യാക്കോസും ഇവരൊക്കെ നയിച്ചു വന്ന സംഘടനയാണ്. ആ സംഘടന ഈ പരുവത്തിലാക്കി മാറ്റിയതാരാ? 4 പേര് കേട്ട ചിരിക്കുന്ന ഏതെങ്കിലും കേസാണോ ഈ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ആദ്യം ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്? അപ്പോൾ സംഘടനയുടെ കാര്യത്തിൽ പി ജെ കുര്യൻ പറഞ്ഞത് എങ്ങനെയാ നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയുക? ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അഗ്രസീവായ യൂത്തിനെ അവർ അവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട, ഒരു മണ്ഡലത്തിൽ നിന്ന് 25 പേരെ കൊണ്ടുവന്നാൽ മതി. പി ജെ കുര്യന്റെ സ്വന്തം പഞ്ചായത്താണ് ഈ സ്വന്തം ഗ്രാമപഞ്ചായത്തിൽ. അവിടെ 14 പേര് മാത്രമാണ് യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അവിടെ ഒരു അധ്യക്ഷനെ പോലും ആ മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ചരിത്രം. സ്വന്തം പഞ്ചായത്തിൽ പോലും ഒരു മണ്ഡലം പ്രസിഡന്റിനെ കണ്ടെത്താൻ യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന് പി ജെ കുര്യൻ അറിയാം. എന്നിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ വല്ലപ്പോഴും TV-യിലൊക്കെ കാണാം. 25 ചെറുപ്പക്കാരെയെങ്കിലും ഉണ്ടാക്കാൻ കഴിയണം ഓരോ മണ്ഡലത്തിലും. ഇതാണ് പി ജെ കുര്യൻ പറഞ്ഞത്. ശരിയല്ലേ? പാർട്ടി എങ്ങനെയാണ് സംഘടന പ്രവർത്തിക്കുന്നത്? സംഘടന പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക വിഷയം വരുന്ന സമയത്ത് ആളുകൾ വണ്ടി പിടിച്ച് ഒരു ടൂറിസ്റ്റിന് ഒരു ട്രിപ്പിന് പോകുന്നത് പോലെ വന്ന് നഗരത്തിലെത്തി വലിയ രീതിയിൽ സമരം ചെയ്യുന്നത് അല്ലല്ലോ സംഘടനയുടെ പ്രവർത്തന രീതി. അതിന് കൃത്യമായ ദിശാബോധം ഉണ്ടാവണ്ടേ? പ്രവർത്തിക്കുന്ന ഒരു പോളിസി ഉണ്ടാവണ്ടേ? എൻ്റെ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളുകളിലെ സമരങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ ജിമ്മി. വളരെ എളുപ്പം താരതമ്യം ചെയ്യാവുന്നതാ. ഈ DYFIയുടെയും SFIയുടെയും ചില സമരങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ചില സമരങ്ങളുടെ സ്വഭാവം കാണാം. ഒരു മനുഷ്യച്ചങ്ങല DYFI ഉണ്ടാക്കി. തൊഴിലില്ലായ്മയ്ക്കും റെയിൽവേയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കേരളം കണ്ട വലിയ ഒരു ചങ്ങലയായിരുന്നു അത്. സമാനമായ ഏതെങ്കിലും ദേശീയ വിഷയത്തിൽ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമരപരിപാടി കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം ദേശീയ വിഷയത്തിൽ ഒരെണ്ണം പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു വിഷയത്തിൽ. രണ്ടാമത്തത്, മോദിജി വേർ ഈസ് മൈ ജോബ് എന്ന് 2 ദിവസത്തെ കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം DYFI സംഘടിപ്പിച്ചില്ലേ? വലിയ നേതാക്കൾ അറസ്റ്റിലായില്ലേ? അഗ്നിപഥ്, ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ സുരക്ഷ, ചെറുപ്പക്കാരുടെ ജോലി സുരക്ഷ, സൈന്യത്തിന്റെ വീര്യം, അതേപോലെ തന്നെ സാമൂഹിക ഘടനയൊക്കെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അഗ്നിപഥ് വരുന്ന സമയത്ത് രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് DYFI എന്ന സംഘടനയല്ലേ? വിലക്കയറ്റത്തിനെതിരെയും റെയിൽവേ തടയൽ സമരവുമായി മുന്നോട്ട് പോയ സംഘടന DYFI അല്ലേ? പുതുച്ചോറി ക്യാമ്പയിൻ നേരത്തെ പറഞ്ഞു ജിമ്മി. ലഹരിയാകാം കളിയിടങ്ങളുടെ മറ്റൊരു ക്യാമ്പയിൻ. അതേപോലെ ഈ വയനാട് ചൂരൽമലയിൽ 20 കോടി 50 ലക്ഷം രൂപയാണ് 100 വീട് വെച്ചു കൊടുക്കാനുള്ള പണം സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒരു പരാതിയുമില്ലാതെ, ഒരു സെക്രട്ടറിയും ഒരു പ്രസിഡന്റിനെയും നീക്കം ചെയ്യാതെ, ആരെയും സസ്പെൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് കൊടുത്തില്ലേ? നോക്കൂ, മറുഭാഗത്ത് ഇതേ കാര്യമാണല്ലോ യൂത്ത് കോൺഗ്രസ് ചെയ്തത്. ശരിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസും പിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിന്റെ വിഹിതം വേറെ വന്നേക്കാം. പക്ഷേ എങ്കിൽ പോലും മാനം മര്യാദയ്ക്ക് ഒരു പിരിവ് പോലും പൂർത്തിയാക്കാൻ പറ്റൂലേ? തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ DYFI യൂത്ത് കോൺഗ്രസിനെ സമീകരിക്കാൻ പറ്റുക? ഒരു ഭാഗത്ത് കേസ്, മറുഭാഗത്ത് ആ പാർട്ടിയുടെ പ്രവർത്തനം നടക്കുന്നു. ഓരോ തവണയും പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നത് എത്ര ചിട്ടയായിട്ടാണ് ഒരു ഭാഗത്ത്. അതൊരു കേഡർ സ്വഭാവമുള്ളൊരു സംഘടനയാണ്. അതാണ് പി ജെ കുര്യൻ പറഞ്ഞത്. അതിൽ എന്താണ് ശരികടന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. പി ജെ കുര്യന്റെ വാസ്തവമല്ലേ പറഞ്ഞത്? കേഡർ സ്വഭാവമുള്ള ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ അതിന് ചിട്ടവട്ടങ്ങൾ ഉണ്ടാവും. അതില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് മാന്യമായെങ്കിലും പ്രവർത്തിക്കാൻ കഴിയണം. അതാണ് പി ജെ കുര്യൻ പറഞ്ഞത്. ഇനി പലസ്തീൻ വിഷയത്തിലടക്കം പ്രതിഷേധിച്ചില്ലേ? അതേപോലെ ഈ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം കണ്ടോ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ? എവിടെയെങ്കിലും വലിയ രീതിയിൽ അലവലുകൾ 4-5 ആളുകൾ ചേർന്നോ അല്ലെങ്കിൽ 10-20 പേര് ചേർന്ന ഒരു തെരുവിൽ ഒരു വലിയ പ്രതിഷേധം നടത്തിയാൽ പോലും അതൊരു പ്രതിഷേധമാണെന്നേ. അതൊരു വലിയ അലക്കടൽ ഇളകി വരുന്നത് പോലെയുള്ള ഒരു പ്രതിഷേധമൊന്നും വേണ്ട. സമൂഹത്തെ ബാധിക്കുന്ന ദേശീയ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള സമരം. നോക്കൂ, DYFI സംഘടിപ്പിച്ചൊരു വലിയ പരിപാടിയുണ്ട്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഏറ്റവും വലിയ യുവജന സംഘടന സംഘടിപ്പിച്ച പരിപാടികളിൽ ഒന്നാണ്. ഒരു സാംസ്കാരിക പരിപാടിയാണ്. സമാനമായ ഒരു പരിപാടി യൂത്ത് കോൺഗ്രസിന് ആവിഷ്കരിക്കാൻ സാധിക്കൂ? ഞാൻ വെല്ലുവിളിക്കുക. സാധിച്ചിട്ടുണ്ടോ? ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അരുന്ധതി റോയിയാണ് വന്നത്. 2 പതിറ്റാണ്ടിന് ശേഷം CPM-യുമായി ബന്ധം ഉപേക്ഷിച്ചു പോയ അരുന്ധതി റോയിയെ തിരികെ കൊണ്ടുവന്നു DYFIയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ. സാധിക്കുമോ? അതേപോലെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ, ഇതൊരു പുതിയ ആശയമാണ്. ഒരേ സമയം സമരവും അതേസമയം ആശയവും കൊണ്ടുവരുന്നു. ഏറ്റവും ഒടുവിൽ ജിമ്മി പറഞ്ഞ വിഷയങ്ങൾ. ഭാരതാംബ വിഷയത്തിൽ ആരാണ് ആദ്യം ഇറങ്ങേണ്ടിയിരുന്നത്? ഭാരതാംബ വിഷയത്തിൽ ഇറങ്ങേണ്ടിയിരുന്നത് യൂത്ത് കോൺഗ്രസ് അല്ലേ?
ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന് ഇറങ്ങാൻ പറ്റാതെ പോയത്? യൂത്ത് കോൺഗ്രസ് സമരമായിട്ട് ഇറങ്ങിയാൽ അപ്പുറത്ത് വി ഡി സതീശൻ ഭാരതാംബയുടെ മുന്നിൽ വിളക്ക് കത്തിക്കുന്ന ചിത്രം വരും. അതാണ് പ്രശ്നം. ആ പ്രശ്നമുള്ളതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സ്വയം കുരുക്കിലായി. യൂത്ത് കോൺഗ്രസ് ആ സമരത്തിൽ തൊടാൻ പറ്റുന്നില്ല. യൂത്ത് കോൺഗ്രസ് അഴകുഴമ്പൻ ന്യായം പറഞ്ഞു. എന്നിട്ടൊരു പുതിയ കണ്ടുപിടുത്തം കൂടി കൊണ്ടുവന്നു. എന്താ കണ്ടുപിടുത്തം? ഇതൊരു സർക്കാർ സ്പോൺസർ സമരമാണത്രേ. അതാണോ നമ്മൾ കണ്ടത്? യൂണിവേഴ്സിറ്റിയിൽ SFIയും DYFIയും നടത്തിയ സമരത്തെ അങ്ങനെ നമുക്ക് അത് അടച്ചാക്ഷേപിക്കാൻ പറ്റൂ? ഞാൻ ആ സമരത്തിന് ഐക്യപ്പെടുന്ന ആളാണ്. കാരണം അതൊരു വലിയ ദേശീയമായ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരം കൂടാ. അതൊരു വലിയ ക്യാമ്പയിനായി മാറ്റാൻ RSS കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അതിനെ എതിർക്കേണ്ടത് ഇവിടുത്തെ ചെറുപ്പക്കാരല്ലേ? എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനും KSUവിനും അതിനെതിരെ വ്യാപകമായ ഒരു സമരം സംഘടിപ്പിക്കാൻ പറ്റാതെ പോകുന്നതിന്റെ കാരണം കുരുക്കിലാകുമെന്നുള്ളത് കൊണ്ടാണ് ജിമ്മി. അതല്ലാതെ അവർക്ക് ആളെ സംഘടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. കാര്യം ഈ വിഷയത്തിൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് ആ വിഷയം അവതരിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ പ്രശ്നം അവിടെ കിടക്കുന്നു. അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലുകഴുകൽ പാദപൂജയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KC വേണുഗോപാൽ ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടല്ലോ. ഈ വിഷയത്തിൽ രാജ്ഭവനിലേക്ക് ശക്തമായൊരു മാർച്ച് KSU നടത്താത്തത് എന്താ? എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന അതേ വാശിയും അതേ താല്പര്യവും ഗവർണറുടെക്കെതിരെ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ദേശീയ തലത്തിലുള്ള ഒരു വിഷയത്തിലും ആ രീതിയിൽ ആത്മാർത്ഥമായി പ്രതികരിക്കാൻ കഴിയാതെ പോകുകയും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ മാത്രം സെലക്റ്റീവായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ടാണ് SFIക്കും DYFIക്കും ആളെ കൂട്ടാൻ പറ്റുന്നത്? ഈ വിഷയം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ പോയി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയല്ലോ. ആരുമായിട്ടാണ് യുദ്ധപ്രഖ്യാപനം നടത്തിയത്? SFIയുമായിട്ടാണ്. അന്ന് ആർഷോ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ കണ്ടില്ലേ? ഇപ്പൊ ശിവപ്രസാദ് എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് KSUവിലെ അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന ഒരു നേതാവിനെ നമ്മൾ കാണാത്തത്? സമരമില്ല സാർ. സമരത്തിൽ അലക്കടൽ പോലെ ആളുകൾ ഇളകി വരണം. ആ സമരത്തിൽ നേതൃത്വം കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു നേതാവ് വരുന്നു എന്ന് പറയാനുള്ള കാരണം. 9 വർഷമായി സമരത്തിൽ 100-200 കേസുകൾ ഉണ്ടെന്ന് നേതാക്കൾ പറയുന്നു. നേതാക്കൾ പറയുന്നു വാറണ്ട് ഒഴിവാക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് 21,000 രൂപ കൊടുക്കേണ്ടി വന്ന ഒരു ഗതികേട് നേതാവ് പറഞ്ഞു. പാർട്ടിയിൽ നിന്നിട്ടില്ല. എല്ലാ കാലത്തും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ വാറണ്ട് ഉണ്ടാവുകയും കേസ് ഉണ്ടാവുകയും ജയിലിൽ കിടക്കുകയായിട്ട് ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, KSU ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ദേശീയ ഗവൺമെന്റിനെതിരെ ഈ സംഘപരിവൽക്കരണത്തിനെതിരെ പ്രതികരിച്ച നമ്മളൊക്കെ കണ്ട ഒരു വിഷയം പറയൂ. KSU എത്ര യൂണിവേഴ്സിറ്റിയിൽ KSU യൂണിയൻ ഉണ്ട്? എന്താ ഇല്ലാത്തത്? ഉണ്ട്. എന്താ ഇല്ലാത്ത? എത്ര കോളേജുകളിലുണ്ട് യൂണിയൻ? എന്താ ഇല്ലാത്തത്? ഉണ്ടെന്ന് കാണാത്തത്. കേന്ദ്രം നടപ്പാക്കുന്ന സംഘവൽക്കരണത്തിനെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ, സിലബസ് പരിഷ്കരണത്തിനെതിരെ, ഈ പറയുന്ന പാദപൂജയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസും പ്രതികരിച്ചിട്ടുണ്ടല്ലോ. എത്ര പ്രതികരിച്ചിട്ടുണ്ട്? എവിടെ? സ്വന്തം മണ്ഡലത്തിൽ നിന്ന് 50,000 രൂപ പോലും പിരിച്ചു കൊടുക്കാൻ കഴിയാതെ 13 പേരെ സസ്പെൻഡ് ചെയ്ത സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ്. അത് ശരിയാണ്. ഒരു പഞ്ചായത്തിൽ ഒരു മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ 15 പേരുടെ പിന്തുണ ഇല്ലാതെ പോയതിന്റെ പേരിൽ അവിടെ ഇല്ലാതായി പോയ സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ്. കൊല്ലത്ത് സമരം നടത്താൻ വന്നപ്പോൾ അവിടെ 137-138 ഭാരവാഹികൾ ഉണ്ടായിരുന്നിട്ട് അവിടെ ആകെ 4-5 പേര് മാത്രം വന്നിട്ട് സമരം മാറ്റിവെക്കേണ്ടി വന്ന സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ്. അതൊന്നും ഇല്ലാന്ന് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരുടെ അകത്ത് നിന്ന് വന്നിരിക്കുന്ന വിമർശനത്തെ താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അങ്ങനെയല്ല ഉൾക്കൊള്ളുന്നത്. ഇത് പോരാ, ഇതിനേക്കാൾ വേണം. പക്ഷെ അവിടെ നമ്മൾ എങ്ങനെയാ താരതമ്യം ചെയ്യുന്നത്? ആനയും അണ്ണാനും പോലെ താരതമ്യം ചെയ്യുന്നത്. ആ അവസ്ഥയാണെന്നേ. അതാണ് എന്റെ വിഷയം. എനിക്ക് മനസ്സിലാകാതെ പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈൻ എന്താ? കോൺഗ്രസിന് അധികാരം പിടിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസി മാത്രമാണോ? DYFI അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ DYFI BJPക്കെതിരെ റെയിൽ സമരം നടത്തുമ്പോൾ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരെ സമരം നടത്തുമ്പോൾ, കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള സമരമാണോ നടത്തുന്നത്? ആ സമരമാണോ? PJ കുര്യൻ പറഞ്ഞതിൽ എവിടെ തെറ്റെന്ന് പറയൂ? സംഘടനാ ദൗർബല്യമില്ലേ? PJ കുര്യൻ പറഞ്ഞതിൽ തെറ്റെന്നാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിന് നേതാക്കളുടെ പ്രതികരണങ്ങളും രീതികളിലൊക്കെ കുറെ കുഴപ്പമുണ്ട്. അതിലൊരു തർക്കവുമില്ല. PJ കുര്യനൊപ്പം അങ്ങ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതിന് പിന്നിലെന്ന് നമുക്ക് അതൊക്കെ നിങ്ങൾ അങ്ങനെയാണ്. സ്വന്തം നേതാക്കന്മാര് ഈ പറയുന്ന സത്യം പറയുന്ന സമയത്ത് സീറ്റ് മോഹികളെന്ന് വിളിച്ച് ആക്ഷേപിക്കും. അതൊക്കെ കോൺഗ്രസിന്റെ ചരിത്രത്തിലുള്ളതാണ്. ഞാൻ അതിനകത്തൊന്നും കമന്റ് ചെയ്യാനില്ല. പക്ഷേ ദേശീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ യൂത്ത് കോൺഗ്രസ് എത്ര കാലം മുന്നോട്ട് പോകുന്നു അത്ര കാലത്തോളം ആ സംഘടനയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയ പ്രശ്നത്തിലാവും. അക്കാര്യത്തിൽ ഒരു തർക്കവും